അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. കുറേ നാളുകളായി പലരുമായിട്ട് ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടി നൽകാൻ ശ്രമിക്കുകയാണ് ഇന്ന്. ഇതിൽ പ്രധാനമായി വന്നിട്ടുള്ള ഒരു സംശയം പ്രശ്ലേഷത്തെ കുറിച്ചാണ്. പ്രശ്ലേഷം എന്ന് വെച്ചാൽ പലരും അത് എഫ് എന്നാണ് അതിനെ പറഞ്ഞു കണ്ടത്. ആ എഫ് എന്ന് എഴുതുന്നത് പോലെ എഴുതുന്ന ആ ഒരു ചിഹ്നം അതിന് പ്രശ്ലേഷം എന്നാണ് പറയുക. അതായത് അത് ചേർത്ത് വായിക്കണം, അവിടെ ഒരകാരം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നറിയിക്കാനാണ് അപ്രകാരത്തിൽ ഈ എഫ് എന്ന് ആംഗലേയത്തിൽ എഴുതുന്നത് പോലെ ഒരു ചെരിഞ്ഞ വര അവിടെ ഇടുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്ലേഷമുണ്ടെങ്കിലും അഥവാ രണ്ട് പ്രശ്ലേഷമുണ്ടെങ്കിലും എന്താണ് വ്യത്യാസം എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രശ്ലേഷമേ ഉള്ളൂ വെച്ചാൽ അവിടെ ഒരകാരമേ ഉള്ളൂ. രണ്ട് പ്രശ്ലേഷമുണ്ടെങ്കിൽ രണ്ടകാരമുണ്ട് എന്നർത്ഥം. അപ്പം ഇവിടെ വിശ്വഗർഭ സ്വർണഗർഭ ആവരത വാഗധീശ്വരി എന്നൊരു ഭാഗം എടുത്താൽ സ്വർണഗർഭ എന്ന് കഴിഞ്ഞ് അവരത. അപ്പോൾ ഇവിടെ സ്വർണഗർഭ എന്ന് കഴിഞ്ഞ് ഒരു അകാരം വരുന്നു. അപ്പോൾ സ്വർണഗർഭ അവരത. അപ്പോൾ അവിടെ ആ ഒരകാരമേ ഉള്ളൂ എന്ന് കാണിക്കാനാണ് ഒരു പ്രശ്ലേഷം ഇടുന്നത്. ഇനി വിശുദ്ധി ചക്രനിലയ ആരക്തവർണ്ണ ത്രിലോചന, അവിടെ രണ്ട് പ്രശ്ലേഷം ഉണ്ട്. വിശുദ്ധി ചക്രനിലയ എന്ന് കഴിഞ്ഞ് അരക്തവർണ്ണ എന്നല്ല, ആരക്തവർണ്ണ എന്നാണ്. അപ്പോൾ അവിടെ ആ എന്നൊരൊറ്റ മാത്രമല്ല ഉള്ളൂ, രണ്ട് മാത്ര. ആ എന്ന് ദീർഘമുള്ള ഒരു അക്ഷരമാണ് അവിടെ. അപ്പോൾ അത് കാണിക്കാനാണ് വിശുദ്ധി ചക്രനിലയ ആരക്തവർണ്ണ എന്നവിടെ രണ്ട്. അപ്പോൾ അതിനർത്ഥം അവിടെ ആ എന്ന് ദീർഘമുണ്ട്, രണ്ട് അകാരത്തിനുള്ള മാത്ര അവിടെ കണക്കാക്കിക്കോളണം എന്നാണ് അതിനർത്ഥം. അപ്പോൾ വിശുദ്ധി ചക്രനിലയ ആരക്തവർണ്ണ ത്രിലോചന, അവിടെ രണ്ട് അകാരമുണ്ട്. അപ്പോൾ ഇതുപോലെ രണ്ട് പ്രശ്ലേഷം കാണുന്നിടത്ത് രണ്ടകാരങ്ങളുണ്ടായിരിക്കും എന്ന് മനസ്സുകൊണ്ട് ധരിക്കുക. അത് മുറിച്ച് വായിക്കാനുള്ളതല്ല. ഇപ്പോൾ സ്വർണഗർഭ അവരത അങ്ങനെ വായിക്കരുത്, സ്വർണഗർഭ അവരത എന്നൊന്നിച്ചിട്ട് വായിക്കണം. അവിടെ മുറിക്കേണ്ടതില്ല, മുറിക്കാതെ തന്നെ അത് വായിക്കുക. പിന്നൊരു സംശയം, ആദിശക്തി രമേയാത്മാ എന്ന ദിക്കിൽ ആദിശക്തി എന്നും അമേയാത്മാ എന്നും ചേരുന്നിടത്ത് രാ എന്ന അക്ഷരം വന്നു. ഗുരുമൂർത്തിർ ഗുണനിധി എന്നുള്ള ദിക്കിൽ ഗുരുമൂർത്തി ഗുണനിധി എന്നതിനിടയ്ക്ക് രാ എന്ന് വരാത്തതെന്തേ എന്നാണ് സംശയം. അത് വെറുതെ ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ആദിശക്തി എന്ന് കഴിഞ്ഞ് ആ എന്ന സ്വരാക്ഷരത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ആദിശക്തി എന്ന വിസർഗം കഴിഞ്ഞ അടുത്ത വാക്ക് കൂടിച്ചേരുന്ന സമയത്ത് അവിടെ എന്ന് ചേർത്താൽ ആദിശക്തിർ ആ എന്ന് കൂടിച്ചേർന്നാൽ അത് ര അഥവാ റ എന്നാവും. അപ്പോൾ ഇവിടെ
ആദിശക്തി ര എന്നാണ് അവിടെ ആയിത്തീരുന്നത്. അതുപോലെ ഗുരുമൂർത്തിർ ഗുണനിധി എന്ന് വരുന്നിടത്ത് ഗുരുമൂർത്തിഹി എന്ന് കഴിഞ്ഞ ഒരു സ്വരാക്ഷരമല്ല തുടങ്ങുന്നത്, ഗു എന്നുള്ള ഒരക്ഷരമാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ര എന്ന് പറ്റില്ല. ഗുരുമൂർത്തി രഗുണനിധി എന്നായാൽ അത് അഗുണനിധി എന്ന വാക്കായി മാറും. അപ്പോൾ നേരെ അർത്ഥം വിപരീതമാവും. അപ്പോൾ ഗുരുമൂർത്തിർ ഗുണനിധി എന്നേ അവിടെ വരാൻ നിവൃത്തിയുള്ളൂ. ഇനി സംശയത്തിൽ ഗുരുമൂർത്തിര് ഗുണനിധി എന്നാവാഞ്ഞത് എന്താണ് എന്നാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ ര് എന്ന് എപ്പോഴും വരില്ല. അത് ചില അക്ഷരങ്ങളിലൊപ്പം മാത്രമേ അങ്ങനെ വരാറുള്ളൂ. അത് ആ തുടക്കത്തിൽ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാ എന്നോ കര് ഇല്ലെങ്കിൽ എന്ന് വരുന്നത് ഈ ഷ, ഷ, അതുപോലെ ഹ, യ ഇങ്ങനെയൊക്കെയുള്ള അക്ഷരങ്ങൾക്ക് മുമ്പേ ഈ രേഭം അഥവാ ഋ എന്ന് വന്നാലാണ് അത് ര് എന്ന് വായിക്കാറുള്ളത്. അതൊന്നും അങ്ങനെ തന്നെ വായിച്ചോളെന്ന് നിഷ്കർഷിക്കേണ്ട കാര്യമില്ല. ഋ എന്ന് വായിച്ചാൽ വർഷം എന്ന് എഴുതിയാൽ വരിഷം എന്ന് തന്നെ വായിച്ചോളന്നില്ല. ഞാൻ ആദ്യമേ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനങ്ങനെ ശീലിച്ച ഒരു സമ്പ്രദായത്തിലാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉച്ചരിക്കണത്. വർഷം എന്ന് തന്നെ വായിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ മതി. അതാണ് സംശയം എന്നുണ്ടെങ്കിൽ. ഇനി സംസ്ഥിത എന്ന് എഴുതിയാൽ അത് ഉച്ചരിച്ചത് സംസ്ഥിത എന്നാണ് എന്ന് പലർക്കും തോന്നി എന്ന് പറഞ്ഞു. അതും 2-3 പേര് ഈ സംശയം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സം എന്ന് കഴിഞ്ഞ് അടുത്ത അക്ഷരം സ എന്ന് വരുന്നതുകൊണ്ട് അവിടെ ഒരു അനുനാസിക ശബ്ദമാണ് പുറപ്പെടേണ്ടത്. മലയാളത്തിൽ നമ്മളങ്ങനെ ധാരാളമായി ഉച്ചരിക്കാറില്ല. സംസ്കൃതത്തിൽ യഥാർത്ഥത്തിൽ അത് ഉച്ചരിക്കുന്നത് സംസ്ഥിത, സൗ എന്ന് ആണ് ഉച്ചരിക്കുക. അപ്പോൾ അത് ഉച്ചരിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഉച്ചരിക്കുക. ഇനി അതല്ലെങ്കിൽ സംസ്ഥിത എന്ന് ഉച്ചരിച്ചോളൂ. അതുകൊണ്ട് വിരോധമില്ല. സംസ്ഥിത എന്നാണ് അതിൻ്റെ ഉച്ചാരണം യഥാർത്ഥത്തിൽ എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉച്ചരിച്ചിട്ടുള്ളത്. പലയിടത്തും ഇതുപോലെ, ഇപ്പോൾ സംയുത അവിടെയൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 2 തരത്തിലും ഞാൻ ഉച്ചരിച്ചിട്ടുണ്ട് അവിടെ. കാരണം അതങ്ങനെ ഒരു സംശയം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ചൊല്ലുന്ന സമയത്ത് 2 തരത്തിലും ഉച്ചരിച്ച് ചൊല്ലിയിട്ടുണ്ട്. പല ദിക്കിലും ഇതുപോലെ അനുനാസിക പ്രയോഗങ്ങൾ വരുന്ന സമയത്ത്. അപ്പോൾ അവിടെ സംസ്ഥിത എന്ന് തന്നെ ഉച്ചരിച്ചാൽ അതാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉച്ചരിച്ചാൽ മതിയാവും. ഇനി ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുമ്പോൾ അതിന് കൃത്യമായ ഈണമുണ്ടോ? ഇവിടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ചൊല്ലുന്ന അതേ ഈണത്തിൽ തന്നെ ചൊല്ലണോ? അതോ MS സുബ്ബുലക്ഷ്മി അമ്മയുടെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന ഈണം പോലെ ഉള്ള രീതിയിൽ ചൊല്ലിയാൽ മതിയോ എന്നൊക്കെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈണം അല്ല പ്രധാനം, അക്ഷരങ്ങൾ വ്യക്തമായി ഉച്ചരിച്ച് ഇന്ന ഇന്ന പദങ്ങളാണ് എന്ന ബോധ്യത്തോടു കൂടി ചൊല്ലുക എന്നതിലാണ് പ്രാധാന്യം. അപ്പോൾ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യസമുദ്യത എന്നിങ്ങനെയുള്ള ഈണത്തിൽ ചൊല്ലാനാണ് തോന്നുന്നത് എങ്കിൽ അങ്ങനെ ചൊല്ലുക. പക്ഷേ അക്ഷരങ്ങൾ പിഴക്കരുത്, വാക്കുകൾ തെറ്റരുത് എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അത് തെറ്റാതെ ഏത് ഈണത്തിൽ ചൊല്ലാനും വിരോധമില്ല. പക്ഷേ ഈ രാഗാലാപനം കൊണ്ട് അത് വല്ലാതെ സംഗീതപ്രധാനമായിട്ട് മാറരുത്. ഒട്ടും ഈണമില്ലാതെയും ചൊല്ലുന്നവരുണ്ട്. അതൊരു തെറ്റല്ല. പക്ഷെ എന്തായാലും ഇതിപ്പോൾ ഒരു താളാത്മകമായ കൃതി ആയതുകൊണ്ട് കുറച്ചൊരു ഈണം നമുക്കത് ചൊല്ലുന്ന സമയത്ത് ഉണ്ടാവാതിരിക്കില്ല. ചെറിയൊരു ഈണം അതിനുണ്ടാവുക. എന്നാൽ
ആ ഈണം കൊണ്ട് സാഹിത്യത്തിൻ്റെ മേന്മ നശിച്ച് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. രാഗം പ്രയോഗിച്ച് വല്ലാതെ അതിനെ സംഗീതാത്മകമാക്കാതിരിക്കുക. ഒരു പാകത്തിൽ ഒരു ഈണം കൊടുക്കുക. അത് ഏത് ഈണമായാലും വിരോധമില്ല. ഞാൻ ചൊല്ലുന്നത് പോലെ തന്നെ എല്ലാവരും ചൊല്ലണം എന്നില്ല. എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലുന്ന സമയത്ത് എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്നൊരു രീതി അവലംബിക്കുകയായിരിക്കും നന്നാവുകയും ചെയ്യുക. അപ്പോൾ MS അമ്മയുടെ ഒക്കെ ഒരു രീതി അവലംബിച്ചാൽ എല്ലാവർക്കും അത് ഒരുമിച്ച് ചൊല്ലാൻ സൗകര്യമായിരിക്കും. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഈണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കൃത്യമായ നിഷ്കർഷയില്ല. എന്നാൽ വല്ലാതെ ഈണം കൊടുത്ത് രാഗം ഒക്കെ കൊടുത്ത് അത് ഒരു വഷളാക്കരുത് എന്ന് മാത്രം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ചൊല്ലാൻ സാധിക്കുന്ന ഒരു രീതി അവലംബിക്കുക. ഇവിടെ ഞാൻ ചൊല്ലുന്നത് വളരെ വേഗത കുറച്ച് എല്ലാവർക്കും അക്ഷരങ്ങളും വാക്കുകളും കൃത്യമായി മനസ്സിലാവണം എന്ന രീതിയിലാണ്. അപ്പോൾ ആ ഈണത്തിൽ തന്നെ ചൊല്ലാവുള്ളൂ എന്ന് അതിനർത്ഥം ഇല്ല. നിത്യതൃപ്ത ഭക്തനിധി എന്നാണോ ഭക്തിനിധി എന്നാണോ എന്നൊരു സംശയം. ഭക്തനിധി എന്നാണ് അവിടെ വിസർഗമുള്ള വാക്കാണ്. ഭക്തനിധിർനിയന്ത്രി എന്ന് ആണ്. അപ്പം ഭക്തനിധി എന്നാണ്. മലയാചല നിവാസിനി എന്ന് കാണുന്നു. മലയാചലവാസിനി എന്ന് മതി. അത്രേ ആയാലേ വൃത്തത്തിന് പാകമാവുള്ളൂ. മലയാചലവാസിനി. നാഭ്യാലവാല രോമാളി എന്ന് ദീർഘമുണ്ടോ? നാഭ്യാലവാല രോമാളി ലതാഫല കുചദ്വയ്യൈ നമ എന്നാണ് നാമം. അപ്പം അവിടെ ദീർഘമില്ല. ബന്ധമോചിനി എന്നാണോ ബന്ധമോചനി എന്നാണോ? ബന്ധമോചനി എന്നാണ്. അതുപോലെ വിസർഗത്തിനു ശേഷം പകാരം വരുമ്പോൾ പുണ്യകീർത്തി പുണ്യലഭ്യ, അവിടെ പുണ്യകീർത്തി എന്ന് വിസർഗം കഴിഞ്ഞ് പുണ്യലഭ്യ എന്ന പവർഗത്തിലുള്ള അഥവാ പ എന്ന അക്ഷരത്തോടു കൂടി ആരംഭിക്കുന്ന ഒരു വാക്ക്. അപ്പോൾ അവിടെ പുണ്യകീർത്തി പുണ്യലഭ്യ എന്ന് ചൊല്ലുന്ന ഒരു രീതിയുണ്ട്. അത് അവലംബിക്കണോ എന്നൊരാൾ സംശയം ചോദിച്ചിരിക്കുന്നു. വിസർഗത്തിന് ശേഷം പകാരം വരുമ്പോൾ, പകാരമോ പവർഗമോ പ ഫ ബ ഭ എന്നിങ്ങനെ ഉള്ള അക്ഷരങ്ങളോ വരുമ്പോൾ അവിടെ അതിനാണ് ഈ അവിടെയാണ് പൊതുവേ ഇവിടെയൊക്കെ കേരളത്തിലൊക്കെ അവലംബിച്ച് വരാറുള്ള ഒരു രീതി. ഈ പ എന്നും ഫ എന്നുമുള്ള അക്ഷരങ്ങൾക്ക് മുമ്പേ വിസർഗം വരുമ്പോൾ അത് വിട്ടുച്ചരിക്കുക. പുണ്യകീർത്തി പുണ്യലഭ്യ എന്ന രീതിയിൽ ഉച്ചരിക്കുക. ഇതാണ് പൊതുവെ കേരളത്തിൽ ചെയ്തു പോരുന്ന ഒരു സമ്പ്രദായം. എന്നാൽ കേരളീയരായ മറ്റൊരു വേദ പാരമ്പര്യമുള്ള ആളുകൾ അതിന് പുണ്യകീർത്തി പുണ്യലഭ്യ എന്ന ഇടയിലൊരു ഫ് എന്ന് ചേർക്കുന്ന ഒരു രീതി കേരളത്തിലുണ്ട്. കേരളത്തിന് പുറത്ത് ധാരാളമായിട്ട് ആ രീതി കണ്ടുവരുന്നുണ്ട്. സംസ്കൃതത്തിൽ ഈ ഫ് എന്ന് ചേർക്കുന്ന ഒരു രീതി പൊതുവെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ചൊല്ലുന്നവർക്ക് അതൊരു തെറ്റല്ല. പുണ്യകീർത്തി പുണ്യലഭ്യ എന്ന് ചൊല്ലുന്നത് ഒരു തെറ്റല്ല. അങ്ങനെ ഒരു രീതി നിലവിലുണ്ട്. പക്ഷേ ഇവിടെ പൊതുവെ നമ്മുടെ നാട്ടിൽ അവലംബിച്ച് പോരുന്നത് പുണ്യകീർത്തി എന്ന് വിസർഗം വിട്ട് പുണ്യലഭ്യ എന്ന് ചൊല്ലുന്ന ഒരു രീതിയാണ്. അത് രണ്ടായാലും വിരോധമില്ല. കൂടുതൽ അത് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക കേട്ടോ. ഏതാ നിങ്ങൾക്ക് സൗകര്യം എന്നുണ്ടെങ്കിൽ അത് അവലംബിക്കുക.